Hi, good morning. Good morning, ma'am. Good morning, miss. പറ്റുന്നുണ്ടോ വീഡിയോ? Good morning, miss. Good morning. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ഇനി എല്ലാവരും ഓണമൊക്കെ എങ്ങനെയുണ്ടായി? കുഴപ്പമില്ല. മാഡത്തിന് മിസ്സിന് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, വളരെ ഓണം പോലെ. സദ്യയൊക്കെ കഴിച്ചല്ലായിരുന്നു? സദ്യയൊക്കെ ഉണ്ടാക്കി. കുട്ടികളുടെ സ്കൂള് തുറന്നിട്ടില്ലല്ലോ, ഓപ്പൺ ചെയ്തിട്ടില്ലല്ലോ? ഇല്ല മിസ്, നെക്സ്റ്റ് മൺഡേ ചെയ്യണത്. CBSE കുട്ടികൾക്കൊക്കെ ഓപ്പൺ ചെയ്തു, ഇന്ന് തുറന്നു. നേരത്തെ കുട്ടിയതല്ലേ സ്കൂള്. ഇന്നത്തെ വെക്കേഷൻ ആയിട്ട് എന്താ പരിപാടി എല്ലാവർക്കും? ഓണം വെക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വെക്കേഷൻ ഇല്ല അല്ലേ? നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. പോസ്റ്റ് എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുന്നേ? എന്തായിരുന്നു ഈ ഓണത്തിന് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടായിരുന്നു? എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിരുന്നില്ലായിരിക്കും? എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിരുന്നോ ഓണമായിട്ട് ബന്ധപ്പെടുത്തി? എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? ഓണം കഴിഞ്ഞപ്പോ പനിയായി? ഓക്കെ, അങ്ങനെ ഒന്നുമില്ല. കുറെ ദിവസമായി നമ്മൾ കണ്ടിട്ട്. എങ്ങനെ പോണു പഠിത്ത ക്ലാസ് ഒക്കെ? എങ്ങനെ പോണു നിങ്ങളുടെ? ഓക്കെ, വെരി ഗുഡ് ജോബ്. പെയിന്റിംഗ് ക്ലാസ് ഒക്കെ കണ്ടു തീർക്കാൻ പറ്റിയ ഓക്കെ, നല്ല കാര്യം. ഓക്കെ, നിങ്ങൾ ഓക്കെ അല്ലേ ക്ലാസ്സിലെ? നമുക്ക് നോക്കിയാലോ? ഞാൻ എങ്ങും പോയില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, പോയില്ല. ഓണത്തിന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. എന്താണ് ഇന്നത്തെ പോലെ കളമൊന്നും ഇല്ല, പൂക്കളൊന്നും ഇട്ടില്ല. പക്ഷെ സദ്യയൊക്കെ ഉണ്ടാക്കി, ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിരുന്നു. നല്ല ഓണം അരികളൊക്കെ ഇട്ടിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തിരുന്നു. പിന്നെ അത്രയൊക്കെ ഉണ്ടായുള്ളൂ. പിന്നെ കസിൻസ് ഒക്കെ ഉണ്ടായി. അങ്ങനെ പ്രത്യേകിച്ചൊരു വിശേഷമില്ല. എല്ലാവരും കൂടെ ഒരു ദിവസം നമ്മൾ കൂടുന്ന ഒരു ദിവസമല്ലേ, എല്ലാവരും വീട്ടിൽ വരും. അങ്ങനെ ഒരു സന്തോഷം. പായസമൊക്കെ കുറിച്ച് തമാശയൊക്കെ പറഞ്ഞു നല്ല രസമായിരുന്നു. ഇപ്പൊ അടുത്തൊരു ഓണത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്ലെ, ഇതിലും മനോഹരമായിട്ട് എന്താണ് നമുക്ക് ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കും. ഓക്കെ, അതിലൊന്നും ഒരുപാട് അപകടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവാതിരിക്കില്ല അല്ലെ? നമുക്ക് വയനാടിന്റെ ദുരന്തം കാരണം എല്ലാവർക്കും ഒരു ഇതായിരുന്നു അല്ലെ ആഘോഷിക്കാനായിട്ട്. പക്ഷെ എന്നിരുന്നാലും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ എന്താണ് നല്ല രീതിയിൽ ഓണം ആഘോഷിച്ചിരുന്നു അല്ലെ? ഓക്കെ, ഫോട്ടോ കണ്ടില്ലല്ലോ മാം. എന്ത് ഫോട്ടോടോ? നമ്മള് ചാപ്റ്റർ തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു കേട്ടോ.
നമ്മള് ചാപ്റ്റർ 10 ആണ്, ഹോസ്പിറ്റൽ വാർഡ്സ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞങ്ങളുടെ സെലിബ്രേഷന്റെ ഫോട്ടോ നിങ്ങൾ കണ്ടില്ല എന്നല്ലേ? ആ ഓക്കെ, അത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അയച്ചു തന്നിട്ടില്ലല്ലേ സാറ്? ഞങ്ങള് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു കേട്ടോ. സ്മാർട്ട് സ്ട്രീറ്റില് നല്ല ഗംഭീരമായിട്ടുള്ള ആഘോഷങ്ങളായിരുന്നു. 9:30 സ്റ്റാർട്ട് ചെയ്തു, ലാസ്റ്റ് 4:30 വരെ അടിപൊളിയായിരുന്നു. പക്ക അടിപൊളിയായിട്ട് ഞങ്ങൾ ടീച്ചേഴ്സിന്റെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, സാറുമാരുടെ പ്രോഗ്രാംസ്, സ്റ്റുഡൻസിന്റെ ടെക്നിക്കൽ ടീം, സ്റ്റുഡൻസ് അല്ല ടെക്നിക്കൽ ടീംസ് ഇല്ല, പിന്നെ നമ്മളുടെ കൂടെ ഇവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന മറ്റ് വർക്കേഴ്സിന്റെ ഒക്കെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. നല്ലൊരു ഓണമായിരുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നല്ലൊരു ഓണമായിരുന്നു. ഞങ്ങൾ ടീച്ചേഴ്സ് ഫ്യൂഷൻ ഡാൻസ് ഒക്കെ കളിച്ചു എല്ലാവരും കൂടെ. അത് തിരുവാതിര, നോർമൽ സിനിമാറ്റിക് ഡാൻസ്, കൈകൊട്ടി കളിയൊക്കെ കൂടി മിക്സ് ചെയ്ത് ഞങ്ങളൊരു ഫ്യൂഷൻ ഡാൻസ് ഒക്കെ കളിച്ചിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഫോട്ടോസ് ഒന്നും കാണാൻ പറ്റില്ല അല്ലെ? ഓക്കെ, നമുക്ക് പറ്റുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. മാർച്ചിലെ എന്റെ ഇവിടെ ആദ്യത്തെ ഓണമായിരുന്നു, നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഗ്രൂപ്പിലിടാം കേട്ടോ, ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിപ്പോയില്ലേ, അല്ലെങ്കിൽ നമുക്കും ആഘോഷിക്കായിരുന്നു സ്റ്റുഡൻസ് ആയിട്ട്. ഓക്കെ, നിങ്ങളെയും കൂടെ ഉൾപ്പെടുത്താമായിരുന്നു. നമുക്ക് അടുത്ത പ്രോഗ്രാം നമുക്ക് ക്രിസ്മസ് നോക്കിയേനെ, ഓണം പിന്നെ ആയിപ്പോയി. ക്രിസ്മസിന് നമുക്കൊരു സെലിബ്രേഷൻസ് ഒക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ്. ഹോസ്പിറ്റൽ വാർഡ്സ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു വാർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഒരു വാർഡ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു, ഏതെല്ലാം കാര്യങ്ങൾ അവിടെ ശ്രദ്ധിച്ചിരിക്കുന്നു. ഒരു വാർഡ് നല്ല ഗുഡ് വാർഡ് മാനേജ്മെന്റിന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ്, ചാപ്റ്റർ 10 ആണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. ഒരു വാർഡില് എന്തെല്ലാം പ്രോട്ടോകോൾസ് ആണ് ഉണ്ടായിരിക്കുക? ഒരു വാർഡില് ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് എല്ലാം തന്നെ അല്ലെ? ഒരു വാർഡിൽ എന്തെല്ലാം പ്രോട്ടോകോൾസ്, എന്തെല്ലാം നിയമാവലികൾ അവിടെ പിന്തുടരേണ്ടതുണ്ട്? ഏതൊക്കെയാണ് ആലോചിച്ച് നോക്കി. യെസ്, വെരി ഗുഡ്. ഫസ്റ്റ് പോയിന്റ് തന്നെ എന്താണ്? വിസിറ്റിംഗ് ടൈം അല്ലെ? സന്ദർശകർക്ക് ഒരു കൃത്യമായ ഒരു സമയം നിർദ്ദേശിച്ചിരിക്കും അല്ലെ? ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെയാണ് സന്ദർശന സമയം. 11 to 12 വരെ, 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ, ഇത്രയുമായിരിക്കും എന്താ സന്ദർശന സമയം അനുവദിച്ചിട്ടുണ്ടാവുക. അപ്പൊ അത് പ്രോട്ടോകോൾ ആണ് അല്ലെ? വിസിറ്റിങ്ങിനായിട്ട് പ്രത്യേകമായ ഒരു സമയക്രമം നിശ്ചയിച്ചിരിക്കും. പിന്നെ എന്തൊക്കെയാണ്? പിന്നെ എന്തൊക്കെ പ്രോട്ടോകോൾസ് വരാം? യെസ്, സൈൻ ബോർഡ്സുകൾ ഉണ്ടാകാം. സൈൻ ബോർഡ്സുകൾ ഫോളോ ചെയ്യണം. സൈൻ ബോർഡ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും ഓരോ സൈൻ ബോർഡുകളില്? ഒരു വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ആ വാർഡിന്റെ ക്ലീൻനെസ്, പേഷ്യന്റ് കെയർസ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും എന്താണ് ചില സൈൻ ബോർഡ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഓക്കെ, പിന്നെ എന്താണ്? സൈലൻസ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക നിർദ്ദേശങ്ങള്
കൊടുത്തിട്ടുണ്ടാകാം. പ്രോട്ടോകോളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് എന്താ? സൈലൻസ്. വാർഡിലെ സൈലൻസ്, നിശബ്ദത പാലിക്കുക എന്നൊരു നിർദ്ദേശം അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ട സൈൻ ബോർഡ്സുകൾ, പോസ്റ്റേഴ്സുകൾ അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, പ്രോട്ടോകോൾസ് ആണ് കേട്ടോ. ഒരു വാർഡിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോളിസീസ് ആണ് പറയുന്നത്. കൃത്യമായ വിസിറ്റിംഗ് ടൈം ഉണ്ടായിരിക്കണം. എന്താണ് അവിടെ കൃത്യമായ രീതിയിൽ സൈലൻസ് ഉണ്ടായിരുന്നു, നിശബ്ദത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്താണ് എൻവിയോൺമെന്റ് അല്ലെ, ആ വാർഡ് എൻവിയോൺമെന്റ് ആണ് വളരെയധികം ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം. ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും അത്യാവശ്യമാണ്. വേസ്റ്റ് മെറ്റീരിയൽസുകൾ ഒന്നും തന്നെ അവിടെ ഒന്നും വലിച്ചെറിയാനോ ഡിസ്പോസ് ചെയ്യാനോ പാടില്ല. അത്തരം കാര്യങ്ങൾ എന്താണ് ഒരു വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോട്ടോകോൾസുകളാണ് അല്ലെ. മാസ്ക് ധരിക്കുക, ഹാൻഡ് സ്ക്രബ് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ എന്താണ് ഒരു വാർഡിന്റെ ഒരു ഫുൾ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ പോളിസീസ് ആണ്? അപ്പൊ ഒന്നുകൂടി പറഞ്ഞേ. കൃത്യമായ വിസിറ്റിംഗ് ടൈം ഉണ്ടായിരിക്കണം അല്ലെ. കൃത്യമായ വിസിറ്റിംഗ് ടൈം, നിശബ്ദത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. വേസ്റ്റ് മെറ്റീരിയൽസ് യാതൊന്നും തന്നെ അവിടെ ഡിസ്പോസ് ചെയ്യാനായിട്ട് പാടില്ല. കൃത്യമായ നിർദ്ദേശങ്ങൾ തരുന്ന സൈൻ ബോർഡുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെന്താണ് പോസ്റ്റേഴ്സുകൾ ഉണ്ടായിരിക്കും. എൻക്വയറീസിന് വേണ്ടിയിട്ട് ആരുണ്ടായിരിക്കും? വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ എൻക്വയറീസും നടത്തുന്നതിന് ആരുണ്ടായിരിക്കും? അവിടെ കൃത്യമായ നിർദ്ദേശങ്ങൾ തരാൻ ആരുണ്ടായിരിക്കും ഒരു വാർഡില്? ആരായിരിക്കും ഉണ്ടായിരിക്കുക? ഹോസ്പിറ്റൽ സൂപ്രണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നേഴ്സോ അല്ലെ നഴ്സിംഗ് അസിസ്റ്റന്റോ ആരെങ്കിലും തന്നെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന് വേണ്ടിയിട്ട് വാർഡ് അസിസ്റ്റന്റ് കേട്ടോ, വാർഡ് അസിസ്റ്റന്റ് അതിന് ഉണ്ടായിരിക്കും. ഇത്തരം പ്രോട്ടോകോളുകൾ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ആ വാർഡില് എന്താണ് നല്ല രീതിയിലൂടെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് പോയിന്റ് അതാണ്. ഒരു ഏത് വാർഡായാലും അതിനൊരു പ്രത്യേക പോളിസിയും പ്രോട്ടോകോളും ഉണ്ടാകും. അത് നമ്മൾ ഫോളോ ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഓക്കെ, അത്രയും മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ ആണോ? നമ്മൾക്ക് തോന്നുന്ന ടൈമിൽ അവിടെ കയറിച്ചല്ലോ, കയറിഞ്ഞു പോവാം, അങ്ങനെ രീതിയിലൊന്നും അവിടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. ഓക്കെ, knowledge of all duties to be performed in the ward. Knowledge of all duties to be performed in the ward. ഒരു ഹോസ്പിറ്റലില് ഒരു വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഡ്യൂട്ടീസിനെ കുറിച്ചും എല്ലാ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചിട്ടും അറിവുണ്ടായിരിക്കണം. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവിടെ എന്തെല്ലാം ഡ്യൂട്ടീസ്, എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം എന്നതിനെ കുറിച്ച് ആർക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം? വാർഡ് മാനേജ് ചെയ്യുന്ന വാർഡ് നഴ്സിംഗ് അസിസ്റ്റന്റോ മറ്റു വർക്കേഴ്സോ ആരുമായിക്കോട്ടെ, ഇവർക്ക് എന്താണ് അതിനെപ്പറ്റി കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ എന്തെല്ലാം ഡ്യൂട്ടീസ് ആണ് ഒരു ഗുഡ് വാർഡ് മാനേജ്മെന്റ്, ഒരു വാർഡിലെ എന്തെല്ലാം ഡ്യൂട്ടീസ് ആയിരിക്കും നമ്മൾ പാലിക്കേണ്ടത്? നോട്ട് ചെയ്യാം കേട്ടോ, പറയുന്നത് നോട്ട് ചെയ്യാം. എന്തെല്ലാം ഡ്യൂട്ടീസ് നമ്മൾ പാലിക്കേണ്ടി വരും? What are the duties of a ward? എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്താണ്? പേഷ്യന്റ് കെയർ അല്ലെ. പേഷ്യന്റ് കെയർ നമ്മൾ നോട്ട് ചെയ്ത് നോക്കോളൂ കേട്ടോ. പേഷ്യന്റ് കെയർ, പേഷ്യന്റ് കെയർ എന്ന് പറയുമ്പോൾ എന്താണ്? വാർഡ് നഴ്സസ് പ്രൊവൈഡ് ഡയറക്റ്റ് കെയർ ടു ദി പേഷ്യൻസ് അല്ലെ. ഒരു വാർഡിലുള്ള പേഷ്യന്റിനെ കെയർ ചെയ്യുന്നത് ആരാണ്? ആ വാർഡിലുള്ള നഴ്സ് ആണ് അല്ലെ. ഡയറക്റ്റ് ആയിട്ട് അവരെ കെയർ ചെയ്യണം, അവരെ പരിചരിക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെ ചെയ്യുന്നു? അവരുടെ ആവശ്യങ്ങൾ, അവരുടെ നീഡ്സുകൾ, അവർക്ക് വേണ്ട ആവശ്യങ്ങള് നിറവേറ്റി കൊടുക്കുന്നു. ദെൻ അവരെന്താണ് കംഫർട്ട് സോണിലായിട്ട് അവരെ ട്രീറ്റ് ചെയ്യുന്നതും ആരായിരിക്കും? ഹോസ്പിറ്റൽ വാർഡിലെ നേഴ്സ് ആയിരിക്കും അല്ലെ. പേഷ്യന്റിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അവരുടെ നീഡ്സ് അനുസരിച്ചിട്ട് ആ വാർഡിൽ എന്തൊക്കെയാണ് അവർക്ക് ആവശ്യം അതൊക്കെ ചെയ്തു കൊടുക്കുന്നത് ആരാണ്? ഒരു നേഴ്സ് ആണ് അല്ലെ. വാർഡ് നേഴ്സ് ആണ് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്.
പേഷ്യന്റ് കെയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു വാർഡ് മാനേജ്മെന്റിലെ ഫസ്റ്റ് ഡ്യൂട്ടിയിൽ പെടുന്ന ഒന്ന് തന്നെയാണ്. Ward nurses provide direct care to patients, manage their needs, and ensure their comfort and safety. Yes, provide direct care to the patients. Yes, പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവര് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. അതാണ് അതിന് ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്, വാർഡിന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ആദ്യത്തെ ഡ്യൂട്ടി ഓക്കെ ആണോ? അടുത്തത് എന്തൊക്കെയായിരിക്കാം? പേഷ്യന്റ് റെക്കോർഡ്സ്. പേഷ്യന്റ് റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. പേഷ്യന്റ് റെക്കോർഡ്സ് എന്ന് പറയുന്നതാണ് വാർഡ് സ്റ്റാഫ് മെയിൻറ്റെയിൻ patient records and ensure their confidentially. എന്താണ് പേഷ്യന്റ് റെക്കോർഡ്സുകൾ? ഓരോ പേഷ്യന്റുമായി ബന്ധപ്പെട്ട് വരുന്ന റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കുന്നതാണ് വാർഡ് നഴ്സിന്റെ വാർഡിന്റെ നഴ്സിന്റെ ഉത്തരവാദിത്തങ്ങളിൽ പെടുന്നത്. എന്താണ്? പേഷ്യൻസിന് കൃത്യമായ കെയർ കൊടുക്കുക, അതുപോലെ തന്നെ എന്താണ് അവരുടെ ആവശ്യങ്ങൾ കൃത്യമായ രീതിയിൽ നിറവേറ്റി കൊടുത്തവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. മെയിൻറ്റെയിൻ പേഷ്യന്റ് റെക്കോർഡ്സ്. പേഷ്യൻസിന്റെ പേഷ്യന്റ് റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. തേർഡ് പോയിന്റ്, പേഷ്യന്റ് സപ്പോർട്ട്. പേഷ്യന്റ് സപ്പോർട്ട്. അതായത് ഒരു വാർഡിൽ കിടക്കുന്ന പേഷ്യന്റിന് ഏത് രോഗമായിക്കോട്ടെ ആളെ പെയിൻ ഫ്രീ ആക്കേണ്ടത് അല്ലെ, ആൾക്ക് കുറച്ച് കോൺഫിഡൻസും ആളെ കുറച്ച് കോൺഫിഡൻസ് കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഒരു വാർഡിലെ നഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളധികം തീരെ സുഖമില്ലാതെ വാർഡിൽ അഡ്മിറ്റ് ആയി കിടക്കുന്നത്, നമ്മളെ കൂടെ ആരുമില്ല, പക്ഷെ എന്താണ് വാർഡിലെ നഴ്സ് ഉണ്ടായിരിക്കും. അവര് വന്ന് എന്തൊക്കെ ചെയ്തു തരും നമ്മൾക്ക്? നമ്മൾക്ക് എങ്ങനെയുണ്ട്, നമ്മൾ ഓക്കെ ആണോ, നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കുക, അല്ലെ, ഫീൽ ഫ്രീ ആക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ എന്താണ് അത് വാർഡ് മാനേജ്മെന്റിന്റെ ഡ്യൂട്ടി ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നത്. പേഷ്യന്റിന് സപ്പോർട്ട് നൽകുക, മാക്സിമം സപ്പോർട്ട് നൽകുക. എന്തിനു വേണ്ടിയിട്ടാണ്? ആള് കുറച്ചും കൂടി എന്താണ് ഇംപ്രൂവ് ആവാൻ വേണ്ടി, കോൺഷ്യസ് ആവാൻ വേണ്ടിയിട്ട് ആൾക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതൊരു വാർഡിന്റെ ഡ്യൂട്ടി ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ. യെസ്, പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്നു, സപ്പോർട്ട് കൊടുക്കും. ഓക്കെ ആണോ? പേഷ്യന്റ് ഹൈജീൻ. പേഷ്യന്റ് ഹൈജീൻ സപ്പോർട്ട് കൊടുക്കുന്നത് പോലെ തന്നെ മറ്റൊരു ഉത്തരവാദിത്തം എന്താണ്? ഓരോ പേഷ്യൻസിന്റെ ഹൈജീൻ അല്ലെ. ഹൈജീൻ എന്താണ്? പേഷ്യന്റ് ഹൈജീനിക് ആയിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഒരു പേഷ്യന്റ് ഹൈജീൻ? ഒരു പേഷ്യന്റിന്റെ യെസ്, ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാനായിട്ട് പേഷ്യൻസിന്റെ ഹൈജീൻ ശ്രദ്ധിക്കേണ്ടത്, ശുചിത്വം ശ്രദ്ധിക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? വാർഡ് നഴ്സിന്റെ അല്ലെങ്കിൽ വാർഡിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ. Patient admission and discharges. Patient admission and discharges. ഒരു വാർഡിൽ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആവുമ്പോഴും അതുപോലെ തന്നെ ആൾ ഡിസ്ചാർജ് ആവുമ്പോഴും അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? വാർഡുകളുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ. അതിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ പറയേണ്ടല്ലോ, നമുക്കറിയാം. ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആകുമ്പോൾ എങ്ങനെയായിരിക്കാം അതിന് വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സ് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ആള് ഡിസ്ചാർജ് ആവുന്ന ടൈമിൽ എന്താണ് അതിന്റെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി അതിനുശേഷം വേണ്ടതെന്ന കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ഒരു വാർഡിൽ നിന്നാണ് അത് ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ. ആളെ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നതും
ഡിസ്ചാർജ് ചെയ്യുന്നത് വാർഡിലെ ഉത്തരവാദിത്തങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. Then hospital cleaners. Hospital cleaners. അല്ലെങ്കിൽ വാർഡ് ക്ലീനേഴ്സ്. എങ്ങനെയായിരിക്കും ഒരു വാർഡ് എന്ന് പറയുന്നത്? ക്ലീനേഴ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം? ഒരു വാർഡിലെ ക്ലീനേഴ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം? യെസ്, ഫ്ലോർ ക്ലീൻ ചെയ്തിരിക്കണം. ബെഡ്ഷീറ്റ്സുകൾ അല്ലെ, ആ വാർഡിൽ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ്സുകൾ കൃത്യമായ രീതിയിൽ ദിവസേന എന്താണ് മാറ്റിയിരിക്കണം അല്ലെ. പേഷ്യൻസ് ഉപയോഗിക്കുന്ന ബെഡ് കവേഴ്സുകള് അവരുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഉപകരണങ്ങളും എന്താണ് കൃത്യമായ രീതിയിൽ ക്ലീൻ ചെയ്തിരിക്കണം. അതുപോലെ എന്താണ് വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന വാഷ്റൂംസ് അല്ലെ, അല്ലെങ്കിൽ ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, അവിടേക്ക് എന്താണ് കൃത്യമായ രീതിയിലുള്ള എന്താണ് ശുചിത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു വാർഡുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും? ടോയ്ലറ്റ് ഫെസിലിറ്റി എന്തായാലും ഉണ്ടായിരിക്കും അല്ലെ. ഒരു വാർഡ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എന്താണ് വാഷ്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റും എന്താണ് കൃത്യമായ രീതിയിൽ വൃത്തിയാക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ അതും എന്താണ് ഹോസ്പിറ്റലിന്റെ വാർഡിന്റെ ഡ്യൂട്ടിയിൽ പെടുന്ന തന്നെയാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഡ്യൂട്ടീസ് നമ്മൾ പറഞ്ഞത്? പേഷ്യന്റ് കെയർ, പേഷ്യന്റ് റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, പേഷ്യന്റിന് സപ്പോർട്ട് നൽകുക, പേഷ്യന്റ് ഹൈജീനിക് മെയിൻറ്റെയിൻ ചെയ്യുക, പേഷ്യന്റ് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് പ്രോസസ്, ഹോസ്പിറ്റൽ ക്ലീനേഴ്സ് ഓർ വാർഡ് ക്ലീനേഴ്സ്. ഇത്തരം കാര്യങ്ങള് ആ വാർഡില് വർക്ക് ചെയ്യുന്ന ഒരു നഴ്സിന് അല്ലെങ്കിൽ വാർഡ് നഴ്സിന് അറിഞ്ഞിരിക്കണം. ഇത്തരം ഡ്യൂട്ടികളെ കുറിച്ചിട്ടുള്ള പൂർണ്ണ വിവരങ്ങള് അവിടെ ആരാണ് വർക്ക് ചെയ്യുന്നത് അവരെ കൃത്യമായ രീതിയിൽ അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് തന്നെ എന്താണ് ആ ഡ്യൂട്ടീസ് അവിടെ പെർഫോം ചെയ്യുകയും വേണം. ഓക്കെ ആണോ? ഡ്യൂട്ടീസ് ഓക്കെ ആണോ? ഡ്യൂട്ടീസ് മനസ്സിലായോ ഒരു വാർഡില്? തേർഡ് പോയിന്റ് നോക്കിയാലോ നിങ്ങൾക്ക്? തേർഡ് പോയിന്റ് എന്താണ്? എ പ്ലാൻഡ് പ്രോഗ്രാം ഫോർ ഈച്ച് ഡേയ്സ് വർക്ക്. എ പ്ലാൻഡ് പ്രോഗ്രാം ഫോർ ഈച്ച് ഡേയ്സ് വർക്ക്. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പ്ലാനിങ് നടത്തുന്നത്? ഒരു വാർഡിൽ എന്തിനു വേണ്ടിയിട്ടാണ് പ്ലാനിങ് നടത്തുന്നത്? യെസ്, ഒരു വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങള് ആസൂത്രണം ചെയ്യുക അല്ലെ. ആസൂത്രണം പ്ലാനിങ് ചെയ്യുന്നത് വഴി എന്താണ് അത് കൂടുതൽ സമയമെടുക്കാതെ തന്നെ കൃത്യമായ രീതിയിൽ പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കും. ഏത് കാര്യമായിക്കോട്ടെ എന്താണ് വ്യക്തമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ എന്താണ് ഓരോ ദിവസവുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ പ്ലാനിങ് വഴി എന്താണ് സമയം ലാഭിക്കുകയും ചെയ്യും. നമുക്ക് എന്താണ് കൃത്യമായത് നിറവേറ്റുവാനായിട്ടും സാധിക്കും. അതായത് ഓരോ ദിവസത്തെയും ജോലി കൃത്യമായി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വളരെ ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരു വാർഡിലെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കാം? ഒരു വാർഡിൽ എന്തൊക്കെ വർക്കുകൾ ഉണ്ടായിരിക്കാം ഒരു ദിവസം? എന്തൊക്കെ പ്ലാൻ ചെയ്യും അവര്? യെസ്, ക്ലീനിങ് വരുന്നു, പിന്നെ പേഷ്യന്റ് കെയർ വരുന്നു അല്ലെ. പേഷ്യന്റ് കെയർ ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഏതെല്ലാം രീതിയിൽ അവർക്ക് ഫെസിലിറ്റീസ് സപ്പോർട്ട് കൊടുക്കുക എന്ന് കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്യുന്നു. പേഷ്യന്റിന്റെ അന്നത്തെ പ്രസന്റ് കണ്ടീഷൻ, ഓരോ ദിവസത്തെയും കണ്ടീഷൻസ് നോക്കുന്നു അല്ലെ. BP, ഹാർട്ട് റേറ്റ്, പൾസ് റേറ്റ്, അവരുമായി ഏത് അസുഖവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ ചെക്കപ്പുകളും തന്നെ എന്താണ് ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും കൃത്യമായ രീതിയിൽ രാവിലെ ആണെങ്കിൽ രാവിലെ, ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചയ്ക്ക്, അങ്ങനെ കൃത്യമായ ഒരു ടൈം അവര് തീരുമാനിച്ചിരിക്കും.
ടെസ്റ്റസുകൾ ഉണ്ടെങ്കിൽ എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസോ ബ്ലഡ് സാമ്പിൾസോ ഒക്കെ കൃത്യമായ രീതിയിൽ എടുക്കുകയോ അത് അവർ കൃത്യമായും ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ എന്താണ് ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരുന്ന സമയത്ത് ഏതെല്ലാം പേഷ്യൻസിന്റെ കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഓരോ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്നു അതെല്ലാം പറയുന്നത് കാറ് തന്നെയാണ്. ഈ നഴ്സുമാരാണ്. അത് പറയണമെങ്കിൽ എന്താണ് ആദ്യം നേരത്തെ അതിനെ കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കണം. ഓരോ പേഷ്യന്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രം നമുക്കത് ഡോക്ടേഴ്സിനോട് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അവര് കൃത്യമായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അത് കഴിച്ചോ, എല്ലാ കാര്യങ്ങളും ഒരു പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും എന്താണ് ഒരു ആദ്യം തന്നെ പ്ലാൻ ചെയ്യും അല്ലെ. ഫസ്റ്റ് തന്നെ എന്താ ചെയ്യുന്നത്, രാവിലെ കൃത്യമായ ഒരു സമയത്ത് തന്നെ പനിയുള്ള ആളെങ്കിൽ എന്താണ് പനി നോക്കുക, അതുപോലെ തന്നെ BP നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി രാവിലെ ചെയ്യുന്നു. മെഡിസിൻസ് കൊടുക്കുന്നു. അതിനൊക്കെ പല ദിവസം തന്നെ പേഷ്യൻസ് അവർ എടുത്തിട്ടുണ്ടാവും. ഇന്ന വാർഡിലെ പേഷ്യൻസിന് ഇന്ന ടൈമില് ഇന്ന മരുന്ന് കൊടുക്കണമെന്ന കൃത്യമായ നിർദ്ദേശങ്ങളും പ്ലാനുകളൊക്കെ ആർക്കും ഉണ്ടായിരിക്കും, ആ വാർഡ് നേഴ്സിന് ഉണ്ടായിരിക്കും. അതിപ്പോ രാവിലത്തെ എന്താണ് ഷിഫ്റ്റിംഗ് ഉണ്ടാവുള്ളൂ, നൈറ്റ് ഷിഫ്റ്റിങ്ങും ഡേയും ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ എന്താണ് അവർ കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്യും. ആരൊക്കെയാണ് ഏതൊക്കെ പേഷ്യൻസിനാണ് എന്തൊക്കെയാണ് നൽകേണ്ടത് എന്നുള്ളത് വ്യക്തമായ ധാരണ ആർക്കുണ്ടായിരിക്കും, വാർഡ് നേഴ്സിന് ഉണ്ടായിരിക്കും. പോയോ എല്ലാവരും? ഓക്കെ, ഒരു വാർഡിൽ ഓരോ ദിവസം നടക്കേണ്ട കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്യുന്നു. അതിനനുസരിച്ച് അവിടെ ഭംഗിയായിട്ട് അത് നിറവേറ്റുകയും ചെയ്യുന്നു. ഓക്കെ, fourth point, beginning the day on time. Beginning the day on time. കൃത്യ ദിവസം തന്നെ അല്ലെങ്കിൽ കൃത്യസമയത്ത് തന്നെ എന്താണ് അവരുടെ ഡ്യൂട്ടി അവര് ആരംഭിക്കുന്നു. ഏത് ടൈമിലായിരിക്കും ഒരുപാട് സ്റ്റാർട്ട് ചെയ്യുന്നത്? മോർണിംഗ് ടൈം അല്ലേ? മോർണിംഗ് ടൈമിൽ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ആദ്യം ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ, ഏത് ടൈമിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് കൃത്യമായ രീതിയിൽ അവർക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ടൈമിൽ തന്നെ അത് കൃത്യമായി നിറവേറ്റുന്നതുമാണ് ഉത്തരവാദിത്തമാണ് വാർഡ് മാനേജ്മെന്റ് ചെയ്യുന്ന നഴ്സുമാരുടെ ഉത്തരവാദിത്തമാണ്. യെസ്, 6 മണിയാകുമ്പോൾ തന്നെ എന്താണ് സിസ്റ്റേഴ്സ് വന്ന് എല്ലാം ചെക്ക് ചെയ്യാനും അവരുടേതായ കാര്യങ്ങൾ മെഡിസിൻസ് ഒക്കെ ചെക്ക് ചെയ്യാൻ പേഷ്യൻസിന്റെ എന്താണ് അവരെ ക്ഷേമം അന്വേഷിക്കുന്നതിനൊക്കെ എന്താണ് ഇവിടെ കൃത്യമായ രീതിയിലാണ് ടൈം കറക്റ്റ് ടൈമിൽ. 6 മണിക്ക് നഴ്സസ് വരുമെന്ന് പറഞ്ഞാൽ കൃത്യമായ ടൈമിൽ അവരവിടെ എത്തിയിരിക്കും അല്ലെ. അത്രയും ആക്ച്വൽ ആയിരിക്കും എന്താ വാർഡില് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഏത് വാർഡാണെങ്കിലും എന്താണ് കൃത്യമായ ഒരു ടൈമിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഫിഫ്ത്ത് പോയിന്റ് ഒന്ന് നോക്കിയേ. എന്താണ് ഫിഫ്ത്ത് പോയിന്റ്? എന്താണ് ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറഞ്ഞത് നിങ്ങള്? പ്രിവെന്റിംഗ് ഇന്ററപ്ഷൻസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് റൂട്ടീൻസ്. എന്താണ് പ്രിവെന്റിംഗ് ഇന്ററപ്ഷൻസ് എന്ന് പറഞ്ഞാല്? എന്തെല്ലാം ഇന്ററപ്ഷൻസ് എന്നാണ്? യെസ്, ഒരു വാർഡിൽ ഉണ്ടാകുന്ന ഡെയിലി റുട്ടീൻസുകളിലെ യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകാൻ പാടില്ല അല്ലെ. അതായത് എന്താണ് പുറത്തു നിന്നും ആളുകളെ വിസിറ്റേഴ്സിലേക്ക് എന്താണ് നമ്മൾ അലോ ചെയ്യാത്ത ടൈമിലൊക്കെ കയറി വരുന്നതൊക്കെ എന്താണ് ആ വാർഡ് മാനേജ്മെന്റിനെ എന്താണ് കൃത്യമായ രീതിയിൽ അത് കൊണ്ടുപോകാനായിട്ട് സാധിക്കാതെ വരുന്നു അല്ലെ. നമ്മൾ കണ്ടിട്ടുണ്ട് ചില ഹോസ്പിറ്റലുകളിലെ ടൈം ഒന്നും നോക്കാതെ തന്നെ എന്താണ് പുറത്തുനിന്ന് വിസിറ്റേഴ്സ്
ആ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെ തന്നെ എന്താണ് ആ വാർഡീസുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് എന്താണ് ചിലപ്പോൾ ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് പേഷ്യന്റിനെ കാണുമെന്ന് വാശി പിടിക്കുകയോ എന്താണ് ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എന്താണ് അന്ന് നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ അവിടെ തടസ്സമാക്കിക്കൊണ്ട് ചിലപ്പോൾ ഡോക്ടേഴ്സിന് റൗണ്ട്സിന് വരുന്ന ടൈം ആയിരിക്കാം. പക്ഷെ എന്താണ് അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ അതൊന്നും നോക്കാതെ തന്നെ എന്താണ് ആ ഒരു റുട്ടീൻ അവിടെ ആ ഒരു ദിവസത്തെ ഒരു പ്രക്രിയ അവരവിടെ തടസ്സപ്പെടുത്തുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഒരു വാർഡ് ഉടമയുടെ ചുമതലയാണ് കേട്ടോ. അനുവദിച്ചിട്ടുള്ള സമയത്ത് മാത്രമേ ഇത്തരത്തില് പേഷ്യൻസിനെ കാണാനായിട്ട് അനുവദിക്കാനായിട്ട് പാടുള്ളൂ. എന്താണ് നമ്മൾ പക്ഷെ എത്ര നിർദ്ദേശങ്ങൾ നൽകിയാലും പോലും പുറത്തുനിന്ന് വരുന്ന കസിൻസോ അല്ലെങ്കിൽ എന്താണ് റിലേറ്റീവ്സിനൊന്നും ഇത് പറഞ്ഞാല് മനസ്സിലാക്കാത്തവരാണ് പലരും ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഓക്കെ, സിക്സ്ത് പോയിന്റ് നോക്കിയേ. Use of democratic methods in the establishment of ward policy. Use of democratic methods in the establishment of ward policy. എന്താണ് ഒരു വാർഡില് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്? എന്തെല്ലാം ഡെമോക്രാറ്റിക് മെത്തേഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് അവിടെ? അതായത് ഒരു വാർഡ് മാനേജ് ചെയ്യുമ്പോൾ അവിടെയുള്ള ജീവനക്കാരെ അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകളുടെയും മുഴുവൻ പങ്കാളിത്തം ഉൾപ്പെടുത്തിക്കൊണ്ട് ആരെയും തന്നെ മാറ്റി നിർത്താതെ തന്നെ അവരുടെ എല്ലാം നല്ല രീതിയിലുള്ള പങ്കാളിത്തം എല്ലാവർക്കും നല്ല രീതിയിൽ അവിടെ മാനേജ് ചെയ്യുന്ന തരത്തില് എല്ലാ ജീവനക്കാരെയും ഉൾപ്പെടുത്തണമെന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. എന്താണ് അതായത് ഒരു വാർഡ് നെയിം സ്ഥാപിക്കുമ്പോൾ എല്ലാ ജീവനക്കാർക്കും ഒരേപോലെ ഉപയോഗപ്രദമാകുന്ന രീതിയിൽ അവരെ അവിടെ ഉൾപ്പെടുത്തുക എന്നതാണ്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അല്ലാതെ അവർക്ക് വേണ്ടി സാധിക്കുന്ന മെത്തേഡ്സുകളെ യൂസ് ചെയ്യുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും സെയിം പരിഗണന, എല്ലാവരും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലായിരിക്കണം എന്നാൽ ഓരോ നിയമങ്ങളും നിയമാവലികളും അവിടെ ചിട്ടപ്പെടുത്തേണ്ടത്. ഓക്കെ, then orientation of new staff members. Orientation of new staff members. എന്താണ് പറയുന്നത്? orientation of new staff members. അതായത് വാർഡ്സിലേക്ക് പുതിയ സ്റ്റാഫുകൾ എടുക്കുന്ന സമയത്ത് അല്ലെ, പുതിയ ജീവനക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത് എന്താണ് അവരെ ഒരു വാർഡിലേക്ക് നിയമിക്കുന്ന സമയത്ത് ആ വാർഡുമായി ബന്ധപ്പെട്ട എല്ലാ പോളിസികളിലും എന്താണ് അവര് അധിഷ്ഠിതരായിട്ട് പ്രവർത്തിക്കണം അല്ലെ. അതിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുക, പുതിയ ജീവനക്കാർക്ക് വേണ്ടിയിട്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുക, പ്രത്യേക പരിശീലനങ്ങൾ അല്ലെ, പുതിയ സ്റ്റാഫ് മെമ്പേഴ്സിന് പ്രത്യേക പരിശീലനങ്ങൾ ട്രെയിനിങ്ങുകൾ കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ട്? നല്ല രീതിയിൽ ആ വാർഡ് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പുതിയ രീതിയിലുള്ള പരിശീലനങ്ങളും ആ വാർഡിൽ എന്തെല്ലാം നിയമാവലികളാണ് പാലിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, എന്താണ് ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാല്? പറഞ്ഞേ, എന്തിനു വേണ്ടിയിട്ടാണ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സിനെ എടുക്കുന്നത്? പുതിയ സ്റ്റാഫുകൾ എന്തിനാണ് നിയമിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഓറിയന്റേഷൻ ക്ലാസ്സുകൾ കൊടുക്കുന്നത്? അവർക്ക് എന്താണ് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു അല്ലെ, ഏതെല്ലാം രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, ഏതെല്ലാം പ്രോട്ടോകോൾസ് ആണ് പിന്തുടരുന്നത്, എല്ലാ നിർദ്ദേശങ്ങളും അവർക്ക് നൽകുന്നു. ഇതിനു വേണ്ടിയിട്ട് ആ വാർഡ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ,
നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഓറിയന്റേഷൻ ഓഫ് ന്യൂ മെമ്പേഴ്സ് വരെ നിങ്ങൾ ഓക്കെ ആണോ? യെസ്. അടുത്ത പോയിന്റ് പറഞ്ഞോട്ടെ. Maintenance of a suitable environment. Maintenance of a suitable environment. ഒരു വാർഡില്, ഒരു ഹോസ്പിറ്റൽ വാർഡില് അനുയോജ്യമായ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കും ഉണ്ടായിരിക്കേണ്ടത്? പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജേം ഫ്രീ ആയിട്ടൊരു എൻവയോൺമെന്റ് ആയിരിക്കണം, അല്ലെ? വളരെയധികം ശുചിത്വം പാലിക്കുന്ന ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ്? നിശബ്ദത, അല്ലെ? ശബ്ദങ്ങൾ, അനാവശ്യമായിട്ടുള്ള ശബ്ദങ്ങൾ തടയുക. വളരെയധികം സൈലൻസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കണം എന്ത് ഓരോ വാർഡും എന്ന് പറയുന്നത്, അല്ലെ? അല്ലെങ്കിൽ എന്താണ്? ശബ്ദ മലിനീകരണത്തിന്, സൗണ്ട് പൊല്യൂഷന് അത് കാരണമാകുന്നു. നമ്മൾ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ഹോസ്പിറ്റലില് ഒരുപാട് ശബ്ദം ഉയർത്തി ആരെങ്കിലും സംസാരിക്കുന്നത്. ഇവിടെ എന്താണ്? നിശബ്ദത പാലിക്കേണ്ടത്, അല്ലെ? ഒരു രോഗികൾക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ് എന്ത്? നിശബ്ദത പാലിക്കുക എന്ന് പറയുന്നത് തന്നെ. രോഗാവസ്ഥയിൽ കിടക്കുന്ന പേഷ്യന്റിനെ നമ്മൾ എന്താണ് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ശബ്ദങ്ങള് ഒഴിവാക്കുന്നത്. പിന്നെ എന്താണ്? നല്ല വായു സഞ്ചാരം, അല്ലെ? എങ്ങനെയുള്ള എൻവയോൺമെന്റ് ആയിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്? ഹോസ്പിറ്റലില് ജേം ഫ്രീ ആയിട്ടുള്ള, അതായത് മോശമായിട്ടുള്ള, അതായത് വൃത്തിഹീനമായിട്ടുള്ള എയറിനെ ഫിൽട്ടർ ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കും ഹോസ്പിറ്റലില് സെറ്റ് ചെയ്തിരിക്കേണ്ടത്. വാർഡിന്റെ ശുചിത്വം പാലിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള എക്യുപ്മെന്റ്സുകൾ, വളരെയധികം വൃത്തിയായിട്ട് കൊണ്ടുള്ള ഡിവൈസസുകളും എക്യുപ്മെന്റ്സുകളും എന്താണ് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രധാനമായും എന്താണ്? വാർഡില് സൈലൻസ് ആണ് പ്രധാനമായിട്ടും അത്യാവശ്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യം. സൈലൻസും അതുപോലെ തന്നെ എന്താണ് ജേം ഫ്രീ ആയിട്ടുള്ള എൻവയോൺമെന്റ്, സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുക, ഡിവൈസുകൾ ഉപയോഗിക്കുക. ഇതിലൊന്നും തന്നെ എന്താണ് യാതൊരുവിധ കേടുപാടുകളൊന്നും ഉണ്ടാകാൻ പാടുള്ളതല്ല. എല്ലാ രോഗികളുടെയും സംരക്ഷണം, അതായത് എല്ലാ രോഗികൾക്കും നല്ല രീതിയിൽ ശ്വാസോച്ഛ്വാസം നടത്തുന്നതിന്, അതായത് നല്ല വൃത്തിയുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് എന്താണ് വാർഡ് വർക്കേഴ്സ്, ഹോസ്പിറ്റൽ വർക്കേഴ്സ് കൃത്യമായ രീതിയിൽ നടപടികൾ സ്വീകരിച്ചിരിക്കണം. വാർഡിൽ വർക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ പേഷ്യൻസിനും എന്തുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്? അവരും ഹൈജീനിക് ആയിരിക്കണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? എങ്ങനെയാണ് സൂട്ടബിൾ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഓക്കെ ആണോ?
Okay, okay. Then provision of supplies and equipment for efficient work. Provision of supplies and equipment for efficient work. എന്താണ് അവിടെ ഒരു വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നല്ല രീതിയിലുള്ള എക്യുപ്മെന്റ്സ് അല്ലെ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങള് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അതായത് ഈ ഉപകരണങ്ങളൊന്നും കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആ വാർഡിന്റെ പ്രവർത്തനം തന്നെ എന്താണ് തടസ്സമാകുന്നു അല്ലെ. ആ വാർഡിലെ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കാതെ വരുന്നു, ഒരുപാട് ഡിലേ ഉണ്ടാവാൻ സാധിക്കുന്നു. എന്താണ് അപ്പോ ഒരു വാർഡിൽ ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സുകളും എന്തായിരിക്കണം? എഫിഷ്യന്റ് ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങള് ആയിരിക്കണം. ഒരു വാർഡിൽ എന്തെല്ലാം തരത്തിലുള്ള ഉപകരണങ്ങൾ ഉണ്ടാവാം? ഒരു വാർഡില് എന്തെല്ലാം എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവാം? പറഞ്ഞേ, എന്തൊക്കെ എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും ഒരു വാർഡില്? യെസ്, ഓക്സിജൻ സിലിണ്ടർ, ECG machine, standard, TP machines, വാട്ടർ. അത്തരം ഉപകരണങ്ങൾ എന്തുണ്ടായിരിക്കണം? കാര്യക്ഷമമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലായിരിക്കണം അല്ലെ. അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം അല്ലെ. അത്തരത്തില് വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങൾ മാത്രമേ അത് വാർഡിൽ സൂക്ഷിക്കാനായിട്ട് പാടുള്ളൂ. Clear cut doctors and nurses orders. Clear cut doctors and nurses orders. എന്താണ് പറയുന്നത്? എന്താണ് ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡർ എന്ന് പറഞ്ഞാല്? ഒരു നല്ല വാർഡ് മാനേജ് ചെയ്യണമെങ്കിൽ ഡോക്ടറിന്റെയും നഴ്സിന്റെയും നിർദ്ദേശങ്ങള് കൃത്യമായി പാലിക്കണം. ഒരു നല്ല വാർഡ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഡോക്ടേഴ്സിന്റെ ഓർഡറുകളും അതുപോലെ തന്നെ എന്താണ് നഴ്സുമാരുടെ ഓർഡറുകളും കൃത്യമായിട്ട് പാലിക്കണം. അവർ പറയുന്ന നിർദ്ദേശങ്ങൾ അപ്പാടെ തള്ളിക്കളയാനായിട്ട് പാടുള്ളതല്ല. എന്തിനു വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ പറയുന്നത്? ഓരോ പേഷ്യന്റിന്റെയോ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, ഓരോ പേഷ്യന്റിന്റെയും കെയറിന് വേണ്ടിയിട്ടാണ് അവര് വ്യക്തമായ നിർദ്ദേശങ്ങള് തരുന്നത്, ഓർഡറുകൾ തരുന്നത്. ഡോക്ടേഴ്സ് നൽകുന്ന ഓർഡറുകൾ ആരാണ് സ്വീകരിക്കുന്നത്? നഴ്സുമാർ സ്വീകരിക്കുന്നു അല്ലെ. അപ്പോൾ ബെറ്റർ പേഷ്യന്റ് കെയർ നഴ്സുമാർ സ്വീകരിച്ചിട്ട് അതിനുശേഷം നമ്മളോടത് എന്താണ് ആ ഓർഡറുകൾ അവർക്ക് നമ്മൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത്. ഇതിന് വേണ്ടിയിട്ട് പേഷ്യന്റിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്ന ഓർഡറുകളും നഴ്സ് പറയുന്ന ഓർഡറുകളും അപ്പാടെ തള്ളിക്കളയാൻ പാടുള്ളതല്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ആ ഓർഡേഴ്സിന് ശ്രദ്ധിക്കുന്നതിനനുസരിച്ചിട്ടാണ് ആ ഒരു പേഷ്യന്റ് റെക്കോർഡ്സുകളില് ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ വരാൻ, ഏതെങ്കിലും തരത്തിലുള്ള പിശകുകൾ വരാനായിട്ട് ചാൻസ് ഉണ്ടാകും. എന്ത് ചാർട്ടുകളാണെങ്കിൽ കൂടി എന്താണ് ഡോക്ടേഴ്സിന്റെ പ്രത്യേക സയൻസുകൾ അല്ലെ, ഡോക്ടറെ കൃത്യമായ രീതിയിൽ അത് എഴുതി ഒപ്പിട്ടിരിക്കണം അല്ലെ. ഏതുതരം പ്രിസ്ക്രിപ്ഷൻ ആണെങ്കിലും ആ രോഗിയുമായി ബന്ധപ്പെട്ട ഏതുതരം ഡീറ്റെയിൽസ് ആണെങ്കിൽ കൂടി അത് ഡോക്ടർ വെരിഫൈ ചെയ്ത് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ, എഴുതി ഒപ്പിട്ടിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഡോക്ടേഴ്സ് സൈൻ ചെയ്യുന്നത്? നിർദ്ദേശങ്ങള് അതായത് ഓരോ ഡോക്ടേഴ്സിനും ഓരോ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സുകളുണ്ട് അല്ലെ. ആശുപത്രി പോളിസി ബുക്കില്, ആശുപത്രി പോളിസി ബുക്ക് എന്നൊരു സംവിധാനമുണ്ട്. അതിൽ എഴുതേണ്ട സ്റ്റാൻഡിംഗ് ഓർഡേഴ്സുകൾ ഉണ്ടാവും.
ഓക്കെ, ഈ സ്റ്റാൻഡേർഡ് ഓർഡേഴ്സുകൾ ആരാണ് നടപ്പിലാക്കുന്നത്? ഡോക്ടേഴ്സ് തരുന്ന ഓരോ ഓർഡേഴ്സുകൾ ആരാണ് നടപ്പിലാക്കുന്നത്? നേഴ്സുമാരാണ് കേട്ടോ. ഡോക്ടേഴ്സ് നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും നടപ്പിലാക്കുന്നത് നേഴ്സുമാരാണ്. അപ്പൊ അവർ തരുന്ന നിർദ്ദേശങ്ങൾ യാതൊരു കാരണവശാലും നിഷേധിക്കാൻ പാടുന്നതല്ല. ഓക്കെ ആണോ? അല്ലേ? അത് മനസ്സിലായോ? ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡേഴ്സ് മനസ്സിലായോ? ഓക്കെ, മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ട് എന്നോട് പറയണം കേട്ടോ, മനസ്സിലാകുന്നില്ല. Then accurate records, full reports. Accurate records, full reports. എന്താണ്? ആശുപത്രിയിൽ വരുന്ന വാർഡിലുള്ള എല്ലാ റെക്കോർഡ്സുകളും എന്താണ്? എല്ലാ രേഖകളും, വ്യക്തമായ എല്ലാ രേഖകളും എന്താണ് സൂക്ഷിച്ചു വെക്കേണ്ടത് അല്ലെ, കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഒരു ഗുഡ് ബാഡ് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഏതൊക്കെ രേഖകളായിരിക്കാം പ്രധാനമായും ഉണ്ടാകുന്നത്? ഏതൊക്കെ റെക്കോർഡ്സുകളായിരിക്കാം ഉണ്ടാകുന്നത്? ക്ലിനിക്കൽ റെക്കോർഡ്സുകളും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സുകളും അല്ലെ. പേഷ്യന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ലിനിക്കൽ റെക്കോർഡ്സുകള്, അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സുകള്, അതിലെന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്? ഡ്യൂട്ടീസ്, നഴ്സുമാരുടെ ഡ്യൂട്ടീസ്, നഴ്സ് റിപ്പോർട്ടുകളെല്ലാം എല്ലാം തന്നെ ഇത്തരം റെക്കോർഡ്സുകളിൽ ഉൾപ്പെടുന്നു. അതെല്ലാം കൃത്യമായ രീതിയിൽ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ അപ്പോ അത് കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. കൃത്യമായ രേഖകള് സൂക്ഷിച്ചു വെക്കുക. റെക്കോർഡ്സ്, ഫുൾ റെക്കോർഡ്സ് എന്നത് എന്താണ്? ഒരു നല്ല പ്ലാൻ മാനേജ്മെന്റിന് ഒഴിവാക്കാൻ സാധിക്കാത്ത അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? ഇത്തരത്തിലുള്ള രേഖകളെ കൃത്യമായി സൂക്ഷിച്ചു വെക്കേണ്ടത്. ക്ലിനിക്കൽ റെക്കോർഡ്സുകളും അതുപോലെ തന്നെ പേഷ്യന്റ് റെക്കോർഡ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സുകൾ, നഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന റെക്കോർഡ്സുകളൊക്കെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ ആണോ? Next point നോക്കിയേ, മെയിൻ്റനൻസ് ഓഫ് ഹൈ മോറൽ among all staff members. എന്താണ് പറയുന്നത്? മെയിൻ്റനൻസ് ഓഫ് ഹൈ മോറൽ among all staff members. അവിടുത്തെ വാർഡിലെ എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സും തമ്മിൽ എന്തുണ്ടായിരിക്കണം? അവർ എങ്ങനെയുള്ളവരായിരിക്കണം? സ്റ്റാഫിലെ എല്ലാ അംഗങ്ങൾക്കിടയിലും എന്താണ്? വളരെയധികം മനോവീര്യം അല്ലെങ്കിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം അല്ലെ. ഗുഡ് റിലേഷൻഷിപ്സ്, ഗുഡ് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നല്ല രീതിയിൽ സഹവർത്തിത്വം അല്ലെ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന തരത്തിലായിരിക്കണം അവര് എല്ലാ സ്റ്റാഫുകളും മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, സ്റ്റാഫിലെ എല്ലാ അംഗങ്ങൾക്കിടയിലും എന്താണ്? ഗുഡ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരിക്കണം, നല്ല റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അടുത്ത പോയിന്റ് അതുമായി തന്നെ റിലേറ്റ് ചെയ്ത് വരുന്നത് നോക്കിയേ, എന്താണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്സ് വിത്തിൻ ദ വാർഡ് ആൻഡ് അതർ അസോസിയേറ്റ്സ്. എന്താണ് പറയുന്നത്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് good working relationships within the ward and with other associates.
പോയോ എല്ലാവരും? എന്താണ് പറയുന്നത്? ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്? ഏത് മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ ആയിക്കോട്ടെ, അവര് തമ്മിൽ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം ആ റിലേഷൻഷിപ്സ് കൊണ്ടുപോകേണ്ടത്? ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്സ് ആയിരിക്കണം അല്ലെ? ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും എന്താണ് നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, നോക്കിയേ, ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. Delegation of responsibility. Delegation. എന്താണ് delegation എന്ന് പറഞ്ഞാല്? Delegation. വിതരണം. അതായത് ഓരോ വാർഡ്സിലും എന്താണ് ഓരോ ടാസ്കുകളെ, ഡ്യൂട്ടീസ് എന്നിവ നൽകിയിട്ടുണ്ടാവും അല്ലെ? ഒരു അധികാരപ്പെട്ട വിഭാഗം, അതായത് ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് മറ്റു നഴ്സുമാർക്ക് എന്താണ് വിവിധ തരത്തിലുള്ള ടാസ്കുകൾ, ഡ്യൂട്ടീസ് ഒക്കെ വിതരണം ചെയ്തു കൊടുക്കും അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ആ വാർഡിലെ ടാസ്കുകളും ഡ്യൂട്ടീസും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു അതോറിറ്റി ആയിട്ട് അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഒരു അധികാരം അവരെ പറഞ്ഞു കൊടുക്കുന്നു. ഇത്തരം കാര്യങ്ങള് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. ഏത് തരം ഡ്യൂട്ടി ആണെങ്കിലും ടാസ്കുകളാണെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് എന്താണ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ആ വാർഡ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് കേട്ടോ ഡെലിഗേഷൻ എന്ന് ചെയ്യുന്നത്. ഒരു വാർഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ടാസ്കുകൾക്കും ഡ്യൂട്ടികൾക്കും എന്താണ് അത്തരത്തിലുള്ള ഡ്യൂട്ടികൾ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക അധികാരങ്ങൾ, ഇന്ന കാര്യങ്ങൾ ഇന്ന ടൈമിൽ ചെയ്യണമെന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അതായത് വാർഡ് ചെയ്യേണ്ട എല്ലാ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. രാവിലത്തെ ക്ലാസ്സിലും ഈ 42 സ്റ്റുഡൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത്രയും സ്റ്റുഡൻസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ? എത്ര പേരുണ്ടായിരുന്നു? ഇനി നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യണേ. അറൌണ്ട് 60. ഓക്കെ, ഓ 80 ഉണ്ടായിരുന്നു. അപ്പൊ ഈ ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കണ്ടേ? ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കണ്ടേ? ക്ലാസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, മനസ്സിലാവാത്ത കൊണ്ടാണോ കേറാത്തതെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ സ്ട്രെങ്ത് കുറയുന്നു കാണുന്നത് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. ഓക്കെ ജോബി. നമ്മള് ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി വരെ പറഞ്ഞത് അല്ലെ? അപ്പൊ ഒന്നുകൂടി നമ്മൾക്കൊന്ന് നോക്കി ഇത്രയും പോയിന്റ്സിൽ ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു വാർഡ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഏതെല്ലാം ഫാക്ടേഴ്സ് വേണം? ഗുഡ് വാർഡ് മാനേജ്മെന്റിന് എന്തെല്ലാം വേണം? നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾക്ക് കൺസോളിഡേറ്റ് ചെയ്ത് പറഞ്ഞേ. ഒരാൾ പറയോ? ഞാൻ ചോദിക്കാം. അത്രയും പോയിന്റ്സ് കൂടെ ഉള്ളൂ, കുറച്ചുകൂടി പറയാനുണ്ട് മോനെ. അതുകൊണ്ടാണ് ക്ലാസ്സിൽ പറയാം. ഇത്രയൊന്നും പറയാം, നിങ്ങൾക്ക് എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ ശരിയാവും. ഓക്കെ, സിയാ റഹ്മാൻ എന്ന് പറഞ്ഞേ. പറഞ്ഞേടോ.
ഒരു വാർഡ് മാനേജ്മെന്റിന്റെ ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റില് ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. ഒരു വാർഡിലെ പോളിസികളും പ്രോട്ടോകോൾസും ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ്, നോളജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ഇൻ ദ വാർഡ്. ഒരു വാർഡിലുള്ള എല്ലാ ഡ്യൂട്ടികളെ കുറിച്ചും അവിടുത്തെ സ്റ്റാഫുകളും വാർഡ് നഴ്സസ് ഒക്കെ നല്ല നോളജബിൾ ആയിരിക്കണം. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് പേഷ്യന്റിന്റെ കെയർ, റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക, പേഷ്യൻസിന് നല്ല സപ്പോർട്ട് കൊടുക്കുക, വാർഡ് നല്ല ഹൈജീൻ ആയിരിക്കണം. പിന്നെ അവിടുത്തെ അഡ്മിഷന്റെയും ഡിസ്ചാർജിന്റെയും പ്രോസസ്സുകളൊക്കെ കറക്റ്റ് ആയിരിക്കണം. പിന്നെ വാർഡ് നല്ല ക്ലീൻ ആയിരിക്കണം. മൂന്നാമത്തെ പോയിന്റ്, എ പ്ലാൻഡ് പ്രോഗ്രാം ഫോർ ഈച്ച് ഡേയ്സ് വർക്ക്. ഓരോ ദിവസത്തെയും വർക്കിനെ കുറിച്ച് വാർഡിലെ നഴ്സസ് ആരാണോ അവിടുത്തെ ഡ്യൂട്ടി ഇൻചാർജ് ഉള്ളത് അവർ കറക്റ്റ് ആയിട്ട് പ്ലാൻഡ് ആയിരിക്കണം എല്ലാ കാര്യങ്ങളെ കുറിച്ചും. ഫോർത്ത് പോയിന്റ്, ബിഗിനിങ് ദ ഡേ ഓൺ ടൈം. ഓരോ ദിവസത്തെയും വർക്കുകൾ കറക്റ്റ് ടൈമിന് തന്നെ ആയിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഫിഫ്ത് പോയിന്റ്, പ്രിവെന്റിങ് ഇന്ററപ്ഷൻസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് റൂട്ടീൻസ്. വാർഡിലെ എല്ലാ റുട്ടീനുകളും കറക്റ്റ് ആയിട്ടായിരിക്കണം. പിന്നെ എന്തെങ്കിലും തടസ്സങ്ങളോ തെറ്റുകളോ വരാതെ കറക്റ്റ് ആയിട്ട് നോക്കണം. യൂസ് ഓഫ് ഡെമോക്രാറ്റിക് മെത്തേഡ്സ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് പോളിസീസ്. ഒരു വാർഡിലെ മെത്തേഡ്സ് ഒക്കെ അവിടുത്തെ പേഷ്യൻസിന് ഫ്രണ്ട്ലി ആയിട്ടുള്ളതായിരിക്കണം. ഈസി ആയിട്ട് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ട് ഉള്ളത് ആയിരിക്കണം അവിടുത്തെ എല്ലാ പോളിസികളും. ആർക്കും പാർഷ്യാലിറ്റി ഒന്നും ഉണ്ടാവാൻ പാടില്ല. എല്ലാവരെയും ഒരേപോലെ എല്ലാ കെയറിങ്ങിലായാലും എന്ത് കാര്യത്തിലായാലും ഒരേപോലെ ആയിരിക്കണം ഒരു വാർഡിലുള്ള പോളിസികളൊക്കെ അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്. പുതിയ സ്റ്റാഫ് മെമ്പേഴ്സിനൊക്കെ നിയമിക്കേണ്ടത് അവർ കൂടുതൽ വർക്കിൽ ഇൻവോൾവ് ആവാന്, പിന്നെ അവർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്, പിന്നെ ഓരോ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യണത് ഒക്കെ കൂടുതലായിട്ട് പേഷ്യൻസിന് കെയറിങ് ആയാലും ഹെൽത്ത് കാര്യത്തിലായാലും എല്ലാം കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ സ്റ്റാഫ് മെമ്പേഴ്സിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നതിൽ കറക്റ്റ് ആയിരിക്കും. നെക്സ്റ്റ്, മെയിൻ്റനൻസ് ഓഫ് എ സ്യൂട്ടബിൾ എൻവയോൺമെന്റ്. ഒരു വാർഡിലെ എൻവയോൺമെന്റ് അവിടുത്തെ പേഷ്യൻസിനും വാർഡിലുള്ള പേഷ്യൻസിന് മാത്രമല്ല പുറത്തായാലും എല്ലാവർക്കും ഒരു ഗുഡ് കണ്ടീഷൻ ആയിരിക്കണം. മീൻസ് അവിടെ ജേം ഫ്രീ ആയിരിക്കണം, നല്ല എയർ പാസിംഗ് ആയിട്ടുള്ളതായിരിക്കണം, നല്ല ഫ്രഷ് എയർ കിട്ടുന്നത്, പിന്നെ ടോയ്ലറ്റ്സ് ഒക്കെ ക്ലീൻ ആയിരിക്കണം, എല്ലാ ബെഡിന്റെ കവേഴ്സ്, അങ്ങനെ പേഷ്യന്റിന്റെയും എല്ലാ കാര്യങ്ങളും നീറ്റ് ആയിരിക്കണം. നെക്സ്റ്റ്, പ്രൊവിഷൻ ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഫോർ എഫിഷ്യൻറ്റ് വർക്ക്. അവിടുത്തെ ഒരു വാർഡിലുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണോ എന്നൊക്കെ നഴ്സസ് ഒക്കെ ചെക്ക് ചെയ്യണം. അവിടുത്തെ എല്ലാ എക്യുപ്മെന്റ്സും ജേം ഫ്രീ ആയിരിക്കണം, കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണതൊക്കെ ആയിരിക്കണം. നെക്സ്റ്റ്, ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡേഴ്സ്. ഡോക്ടേഴ്സിന്റെയും നഴ്സസിന്റെയും ഓർഡർ ഒക്കെ കറക്റ്റ് ആയിട്ട് പേഷ്യൻസ് അനുസരിക്കണം. നഴ്സസിന് ഡോക്ടേഴ്സ് കൊടുക്കുന്ന എല്ലാ അഡ്വൈസസും അത് നഴ്സസ് പേഷ്യൻസിന്റെ കാര്യത്തിൽ എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് നോക്കണം. നെക്സ്റ്റ്, ആക്യുറേറ്റ് റെക്കോർഡ്സ് ഓഫ് ഫുൾ റിപ്പോർട്ട്സ്. ആക്യുറേറ്റ് റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ പേഷ്യൻസിന്റെ ആയാലും അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും റെക്കോർഡ്സുകളും റിപ്പോർട്ടുകളൊക്കെ നല്ല രീതിയിൽ കീപ്പ് ചെയ്തിരിക്കണം. മെയിൻ്റനൻസ് ഓഫ് ഹൈ മൊറൽ എമംഗ് ഓൾ സ്റ്റാഫ്സ് മെമ്പേഴ്സ്. എല്ലാ സ്റ്റാഫുകളുടെ ഇടയിലും നല്ലൊരു ഗുഡ് റിലേഷൻഷിപ്പ് എപ്പോഴും കീപ്പ് ചെയ്തിരിക്കണം. അത് പേഷ്യൻസിന്റെ കാര്യത്തിലായാലും നല്ല രീതിയിൽ ഉള്ളൊരു റിലേഷൻഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ ഒക്കെ കീപ്പ് ചെയ്യുക. നെക്സ്റ്റ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്തിൻ ദ വാർഡ് ആൻഡ് വിത്ത് അതർ അസോസിയേറ്റ്സ്. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ട് ഈ വാർഡ് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. നെക്സ്റ്റ്, ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ്.
റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഒരു വാർഡിൽ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസും പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ടോ അതെല്ലാം കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. വെരി ഗുഡ്. ലീവ് ചെയ്തോട്ടെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.